അതൊന്നും അല്ല, പുള്ളി എത്ര നാളും കൊണ്ട് ഇത് ചെയ്യുന്ന ആൾ. കുറേ നാളിന് ശേഷം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരിക്കലുമല്ല. കാരണം എനിക്ക് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുമായിരുന്നു. കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പടം, നല്ലൊരു ഫാമിലി ഹിസ്റ്ററി. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാനുണ്ട്. നല്ലതാ അത്ര. കോമഡിയൊക്കെ ഉണ്ട്, നല്ലൊരു ഫാമിലി ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു സിനിമ. നല്ലതായിരുന്നു. ഇങ്ങനൊരു സിനിമ കണ്ടിട്ട് ആക്ച്വലി കുറെ കാലമായി. നല്ല കുടുംബ എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. നല്ല പടം, കോമഡി പടം, കുഴപ്പമില്ല, നല്ല പടം, നല്ല മൂവിയാണ്. ഇതെല്ലാം പടം പ്രതീക്ഷിക്കാത്ത ടെസ്റ്റൊക്കെയാണ്. പൃഥ്വിരാജും ബേസിലെല്ലാം ഓക്കെ, സൂപ്പർ കോമഡി. കുഴപ്പമില്ല, നല്ല പടം. സൂപ്പർ, നല്ലതായിരുന്നു. പുളി നല്ല ഫിലിമായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ലതാ അത്ര. കുഴപ്പമില്ല, അടിപൊളി മൂവിയായിരുന്നു. പൃഥ്വിരാജ് സെറ്റ് ബേസിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും കാണണം, കിടില മൂവിയായിരുന്നു. നല്ല സിനിമ. ബേസിലേട്ടനാണ് എടുത്തു പറയാനുള്ളത്. ഇല്ല അങ്ങനെയൊന്നും തോന്നിയില്ല. ചെറിയ റെഫറൻസുകളുണ്ട്, പക്ഷേ നല്ലതാണ്, ഫണ്ണാണ്. ചിരിച്ച് ഫണ്ണായിട്ട് ഫ്രഷായിട്ടിരുന്ന് കാണാം. നൈസ് പടമായിരുന്നു, നല്ല പടം. പഴയ പടം എടുത്തിട്ട് നൈസായിരുന്നു, നല്ല പടമായിരുന്നു. സൂപ്പർ, നല്ല സിനിമയാണ്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാനുണ്ട്. സൂപ്പർ. കിടിലം പടം. നല്ല സൂപ്പർ പടം, വിറ്റ് പടം. കണ്ടുകൊണ്ടിരിക്കാം, അടിപൊളിയായിട്ട്. ശരി, ഫാമിലി കയറുന്നുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല സിനിമ. ഇച്ചിരി കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും പൃഥ്വിരാജൊക്കെ ഭയങ്കര അഭിനയം. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പടം, സൂപ്പറായിരുന്നു. നല്ലൊരു ഫാമിലി ഹിസ്റ്ററി. എല്ലാവർക്കും ചിരിക്കാനും സന്തോഷിക്കാനുള്ളൊരു പടം, നല്ലൊരു സൂപ്പർ. ഓക്കെ. ഗുരുവായൂർ അമ്പലനിലയം നല്ലൊരു മൂവി. രാജുവേട്ടൻ്റെ കുറേ നാളിന് ശേഷം രാജുവേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ്. ബേസിൽ നോർമലി, പിന്നെ വിപിൻ ദാസ് പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ദാൻ ക്യാരക്ടർ വൈസ് എല്ലാവരും, ജഗദീഷേട്ടനാണേലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി, തിയേറ്റർ മസ്റ്റാണ്. അതൊന്നും അല്ല, പുള്ളി എത്ര നാളും കൊണ്ട് ഇത് ചെയ്യുന്ന ആൾ. പുള്ളിയെ പണ്ട് ചെയ്ത് നമ്മുടെ സ്വപ്നക്കൂട് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ പോരെ. കുറേ നാളിന് ശേഷം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്ത് ബേസിൽ കട്ടയ്ക്ക് നിന്ന്. ഹീറോയിൻ നിഖിലയാണെങ്കിലും അനശ്വരയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല മൂവി, കുറേ നാളിന് ശേഷം നല്ലൊരു ഫാമിലിക്ക്, ഫുള്ളി ഈ വെക്കേഷൻ ഫാമിലിക്ക് ധൈര്യമായി വന്ന് കയറാവുന്ന ഒരു മൂവി. വളരെ നല്ല മൂവിയാണ്. നല്ല എൻ്റർടൈനറാണ്. എടുത്തു പറയത്തക്കത് പണ്ട് നമ്മുടെ ലാലേട്ടൻ്റെയും ഷീനിയേട്ടൻ്റെയൊക്കെ ആ ഒരു പീരീഡില്ലേ, അത് തിരിച്ചു വന്ന പോലെ. ശരിക്കും പൃഥ്വിരാജിൽ നിന്ന് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. ഭയങ്കര രസമായിട്ടുണ്ട്. ഒരിക്കലുമല്ല. കാരണം എനിക്ക് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക ഇപ്പോൾ കണ്ടിട്ട്. തീർച്ചയായിട്ടും